വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 422, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. എപ്പോഴും ഒരു TV പ്രോമോ ഇടുന്നതാണ്, പക്ഷേ ഈ ഒരു എപ്പിസോഡിന് ഒരു TV പ്രോമോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ എപ്പിസോഡ് പടവലത്ത് വെച്ചുകൊണ്ടായത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ എന്നാൽ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തേക്കുള്ള എപ്പിസോഡാണ് എന്ന രീതിക്കൊക്കെ. അതുകൊണ്ട് ഇന്ന് വീണ്ടും പാറമട വീട്ടിലേക്ക് തന്നെ ഉപ്പുമുളകും ടീം തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോമോയിലോട്ട് ആദ്യം പോവാം. പ്രോമോൻ്റെ തുടക്കത്തിൽ ആദ്യ സീന് തന്നെ കാണിക്കുന്നത് ബാലുവിൻ്റെ ഒരു എൻട്രിയാണ്. അതായത് മാസ് BGM ഒക്കെ ഇട്ടിട്ട് ബാലു പുതിയൊരു ഗെറ്റപ്പിൽ ഒരു എൻട്രി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അത് കയ്യിലൊരു ആനയെ തല്ലുന്ന ആ ഒരു തോട്ടിയും നെറ്റിയിലൊരു കുറിയൊക്കെ വെച്ചിട്ട് ബാലു ഇങ്ങനെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിന് വീട്ടിനകത്ത് കയറി വന്നപാട് നീല് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് വേഷം, ഇത് എന്തോ കോല എന്ന രീതിക്ക് ബാലുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ 2 ദിവസം ഉത്സവത്തിന് പോയത് നീ അറിഞ്ഞില്ലേ എന്ന രീതിക്ക് ചോദിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉത്സവത്തിൽ വെച്ചിട്ട് ബാലുവിൻ്റെ ഒരു കൂട്ടുകാരൻ കേശവൻ എന്നൊരാൾ ആനപ്പാപ്പാനാണ്. അപ്പോൾ 2 ദിവസം ആനയുടെ പുറകിലായിരുന്നു എന്ന രീതിക്ക് ബാലു നീലിനോട് പറയുന്നുണ്ട്. അപ്പോൾ നീല് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി തൊട്ട് ആനയുടെ പുറകിൽ പോകാൻ പോവാണോ എന്ന രീതിക്ക് ചോദിക്കുമ്പോൾ അതേ എന്ന രീതിക്ക് ബാലു മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സീന് തന്നെ ബാലുവും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ലച്ചു അവിടെ ഇരുന്ന് എഴുതുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ബാലു ചോറ് വലിയൊരു ഉരുണ്ട ആനയ്ക്ക് ഉരുട്ടുന്നത് പോലെ ഉരുട്ടുന്നു കണ്ടിട്ട് നീല് ചോദിക്കുന്നുണ്ട്, എന്താ എത്ര വലിയ ഉരുണ്ട എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു പെട്ടെന്ന് റിയലൈസ് ചെയ്തിട്ട് കാളിദാസിന് ഉരുട്ടി കൊടുക്കുന്നത് കണ്ടിട്ട് അത് ശീലമായി പോയി എന്ന രീതിക്ക് ബാലു പറയുന്നുണ്ട്. അപ്പം നീല് തിരിച്ചു പറയുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലി ഇനിയിപ്പോൾ ആന കാണാതെ കഥവി വന്ന് മുട്ടിയാലോ പുറത്ത് വന്ന് ഇപ്പം ഉണ്ടാവുക എന്ന രീതിക്ക് ബാലുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ബാലു പറയുന്നുണ്ട്, കാളിദാസൻ വന്നു എന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് ഓടുന്നുണ്ട്. അവിടുന്ന് എണീറ്റ് പോകുന്നതോടെ ആ ഒരു പ്രോമോ എന്തായി. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് ബാലു 2 ദിവസമായിട്ട് ഉത്സവ പറമ്പിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടാവും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ആനപ്പാപ്പാനെ പോലെ ആയിരിക്കും തിരിച്ചു വരിക. എന്നിട്ട് ബിഹേവ് ചെയ്യുന്നത് മൊത്തം ആനപ്പാപ്പാൻ്റെ ആ ഒരു ഗെറ്റപ്പിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ബാലു ഫുള്ളായിട്ട് ഈ ഒരു എപ്പിസോഡ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ഇവരെല്ലാവർക്കും ഡിസ്റ്റർബ് ആകുന്നുണ്ട്. വീട്ടിലും ചോദിക്കുന്നുണ്ട് എന്താണ് കോലം എന്ന രീതിക്കൊക്കെ ബാലു ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകണം. എന്നിട്ട് ചോറുണ്ടെന്നത് പോലും ആനയ്ക്ക് ഉരുട്ടി കൊടുക്കുന്നത്ര ആ ലെവലിൽ ഉരുട്ടിയിട്ടൊക്കെ ആയിരിക്കും ബാലു ഒരു ഓർമ്മക്കുറവുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ബാലു ആനപ്പാപ്പാനായിട്ട് ഇരിക്കാൻ പോകുന്നത് പോലെയാണ് ഈ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിൽ ഈ ഒരു പ്രോമോ കണ്ടിട്ട് ഒരു ഫൺ ഫിൽഡ് എപ്പിസോഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോമോയിൽ വേറെ ആരെയും തന്നെ കാണിച്ചിട്ടില്ല. ഭവാനിയമ്മയെയോ ശങ്കരണ്ണനെയോ രാംകുമാറെയോ ഹൈമോദി ആരും തന്നെ കാണിച്ചിട്ടുള്ള പാറമട ഫാമിലി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് ഭവാനിയമ്മ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. രാംകുമാർ ഹൈമോദി ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരും ഈ ഒരു എപ്പിസോഡുകളിൽ ഇനി ഒരു കുറച്ച് എപ്പിസോഡുകളിൽ ലീവായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൽ ഈ ഒരു എപ്പിസോഡ് ബാലുക്ക് നല്ല പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു എപ്പിസോഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.